കണ്ടന്റുകൾ വ്യക്തമാക്കണമെന്ന് വ്യവസ്ഥ ചെയ്ത് IT നിയമത്തിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് വിജ്ഞാപനം ഇറക്കി കേന്ദ്ര സർക്കാർ. ഡീപ് ഫേക്ക് വീഡിയോകളും മറ്റും തടയുന്നതിനാണ് നടപടി. പ്രാദേശിക നിയമങ്ങൾ ലംഘിച്ചാൽ 3 മണിക്കൂറിനുള്ളിൽ അവ നീക്കം ചെയ്യണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. ബസന്തുണ്ട്. ബസന്ത് നേരത്തെ 30 മണിക്കൂറോളം സമയമടക്കം അനുവദിച്ചിരുന്നു. അതാണിപ്പോൾ 3 മണിക്കൂറായി നിജപ്പെടുത്തുകയും അങ്ങനെ ക്രമീകരിക്കുകയും ചെയ്യുന്നത്. ഈ നിയമ ഭേദഗതി സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ബസന്ത്? പ്രതിഷേധ ചട്ടങ്ങളാണ് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ കരട് ചട്ടങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ നിയന്ത്രിക്കുന്നതിന് കരട് ചട്ടങ്ങൾ പുറത്തിറക്കിയിരുന്നു. അത് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 20 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ആർട്ടിഫിഷ്യൽ കണ്ടന്റ് ആണ് എന്നുള്ളത്, AI കണ്ടന്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ ഇത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നുള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അൽഗോരിതം ഉപയോഗിച്ചോ മാറ്റം വരുത്തിയതാണ് എന്ന് വ്യക്തമാക്കുന്ന ലേബലിംഗ് അത് ഈ കണ്ടന്റിനൊപ്പം വേണം എന്നുള്ളതാണ്. അതായത് സർഫസ് ഏരിയയിൽ അത് പ്രാധാന്യത്തോടെ തന്നെ നൽകണം. അല്ലെങ്കിൽ ആ ഓഡിയോ ആണെങ്കിൽ അതിന്റെ ഡ്യൂറേഷനിൽ അത് പറഞ്ഞിരിക്കണം പ്രാധാന്യത്തോടെ ഇത് AI ജനറേറ്റഡ് ആണ് എന്നുള്ളത്. അതാണ് ഇതിലെ ഒരു ഭേദഗതി. 2, സർക്കാരോ അല്ലെങ്കിൽ കോടതിയോ നിർദ്ദേശിക്കുന്ന ഘട്ടത്തിൽ ആ ഒരു കണ്ടന്റ് നീക്കം ചെയ്യാൻ 3 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്തിരിക്കണം എന്നാണ് ഇപ്പോൾ ഈ ചട്ടങ്ങളിൽ പറയുന്നത്. അത് കരട് ചട്ടങ്ങളിൽ 36 മണിക്കൂറായിരുന്നു. അത് 3 മണിക്കൂർ കൊണ്ട് ഇവ മാറ്റണം എന്നുള്ളതാണ്. പിന്നെ ബാലപീഡനം അല്ലെങ്കിൽ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ബാലപീഡനം, അതോടൊപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വീഡിയോകൾ, പിന്നെ ബോഡി ഷേമിംഗ് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇതിൽ പാടില്ല. അവ തടയുന്നതിന് ഓട്ടോമേറ്റഡ് ടൂൾസ് ഉപയോഗിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇവയെല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ബാധകമാണ്. OpenAI, X, മെറ്റ, ഗൂഗിൾ, യൂട്യൂബ് തുടങ്ങിയവയെല്ലാം ഇത് 20 മുതൽ ഇത് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരും. സർക്കാരോ കോടതിയോ നിർദ്ദേശിക്കുന്ന ഏകദേശം 28,000-ഓളം കണ്ടന്റുകൾ കഴിഞ്ഞ കൊല്ലം 6 മാസത്തിനുള്ളിൽ തന്നെ നീക്കം ചെയ്തിരുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ വലിയ തോതിൽ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഒരു സംവിധാനമായിരിക്കും ഇന്ത്യയിൽ ഇനി ഉണ്ടാവുക. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്.